പുതിയ വണ്ടിയുടെ ഏറ്റവും ദയനീയ അവസ്ഥ നോക്കിയേ. ഈ ബീഡിങ് കൂടി വെള്ളം എല്ലാം വന്നത് ഇവിടെ കെട്ടിക്കിടക്കണേ കണ്ട. ഇവിടെ ആണെങ്കിൽ നമുക്കൊരു ചാർജിങ് സ്പോട്ട് ഉണ്ട്. ഈ വെള്ളം വീണ് DC ആണ്, എന്നാൽ പോലും വെള്ളം വീണ് എങ്ങനെ ഷോർട്ടായി കഴിഞ്ഞാൽ ബാറ്ററിയും പോകും. കമ്പനി ചെല്ലുമ്പോൾ അവർ പറയും അയ്യോ ബാറ്ററിക്കൊന്നും വാറണ്ടി ഇല്ല എന്ന് പറയും. ഇപ്പോൾ ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട്, എന്നാൽ പോലും ഇവന്മാരെന്താ പറയണതെന്ന് അറിയില്ല കണ്ട. ബീഡിങ് ഇപ്പോൾ ഈ ബീഡിങ്ങും കൂടി നമുക്ക് ശരിയാക്കണം. ഒരു പുതിയ വണ്ടിയുടെ ഒരവസ്ഥയാണ് ഈ കാണണം. പിന്നെ പറഞ്ഞാൽ ഹോണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹോണ് കണ്ട, ഈ ഹോണും വർക്കാവണില്ല, ഒരു സൗണ്ടും ഇല്ല. എന്താ പറയുക, ഒരു 6300 കിലോമീറ്റർ ഓടിയപ്പോഴേക്കും നമ്മുടെ വണ്ടി, ഈ കമ്പനിയുടെ വണ്ടി ഇങ്ങനെയായി. ഇനിയിപ്പോൾ ഈ വണ്ടിക്കകത്തിനിപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഹലോ, എൻ്റെ എല്ലാ ചങ്കൂട്ടാർക്കും ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഞാൻ വണ്ടിയുടെ ഉള്ളിൽ തല വെച്ചേക്കണത് ഒടുക്കത്തെ വെയിലാണ് കേട്ടോ. കണ്ണ് തുറക്കാൻ പറ്റാണല്ലോ പുറത്തിറങ്ങിയിട്ട് നോക്കിയിട്ട്. അപ്പോൾ അതാണ് തല മാത്രം ഉള്ളിൽ വെച്ചത്. നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് സർവീസായി 5700 കിലോമീറ്റർ ആയി. അപ്പോൾ ചെറിയ കാര്യങ്ങൾ, ഒരു ഡിഫക്റ്റീവ് ഉണ്ട്. ഹെഡ്ലൈറ്റ് ഡിം ലൈറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. റിവേഴ്സ് ഗിയർ വർക്കാവണില്ല, ഹോൺ വർക്കാവണില്ല. പിന്നെ ഫ്യൂവൽ ഗേജ് അല്ല, നമ്മുടെ പെട്രോൾ അടിച്ച് കഴിയുമ്പോഴേക്കും ഡീസൽ അടിച്ച് കഴിയുമ്പോഴേക്കും പുറത്തോട്ട് വന്നൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പകുതി ആക്കാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓയിൽ വരുന്നുണ്ട്, ഓയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ എന്തായാലും നമുക്ക് വരാപ്പുഴ വരെയും പോകണ്ടേ. ഇത് മുട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ആലുവ മുട്ടം. അപ്പോൾ ബസ് പിടിച്ച് അവിടെ വരെയും പോയി തിരിച്ച് വന്ന സമയം ഉണ്ടെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി കിട്ടും. അപ്പോൾ എല്ലാം നോക്കിയും കണ്ട് പറയാമെന്നും പറഞ്ഞ്. പിന്നെ ഈ ലൈറ്റുകൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്സ്, പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ പാർട്സിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. മേജറായിട്ടുള്ള എൻജിൻ ഭാഗത്തു നിന്ന് വരുന്ന ഗിയർ ബോക്സ് അങ്ങനത്തെ ഇഷ്യൂസിനൊക്കെയാണ് അണ്ടർ വാറൻറ്റി ഉള്ളത് കേട്ടോ. അപ്പോൾ എപ്പോഴും അത് ആലോചിക്കാം. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം വണ്ടി കഴിഞ്ഞിട്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് വന്നേക്കണത് സർവീസ് സെൻറ്ററിലാണ്. നമ്മുടെ രക്ഷകൻ്റെ സെക്കൻഡ് സർവീസായി. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വന്നേക്കണ കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വണ്ടി ഓണാക്കാം നമുക്ക് ആദ്യം. വണ്ടി ഓണാക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ 5762 ആയിട്ടുണ്ട്. എന്താ പറയുക, സെക്കൻഡ് സർവീസാണ്. അപ്പോൾ അതിനകത്ത് വന്നേക്കണ ഡിഫക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹോൺ അടിച്ചു പോയി, ഹോൺ വർക്കാവുള്ള. പിന്നെ ഹെഡ്ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബ്രൈറ്റിലാണ് കിടക്കുന്നത്. ബ്രൈറ്റ് ലൈറ്റ് ഓക്കെ. ഇനി നമ്മൾ ഡിമ്മാക്കണേന്. ഡിമ്മാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലത്തെ സൈഡിലെ ഡിം ലൈറ്റ് പോയി, ഇടത്തെ സൈഡിൽ ഓക്കെ. അത് ഒരെണ്ണം. നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം, ലൈറ്റും ഓഫ് ചെയ്യാം. പിന്നെ ഉള്ളത് റിവേഴ്സ് ഗിയർ. ഇതിൽ ഏതോ ഒരു ലൈറ്റ് വർക്കാവണില്ല, അപ്പോൾ അതും നമുക്ക് കാണിക്കാനുണ്ട്. പിന്നെ അതുകൂടാണ്ട് വേറൊരു മേജർ ദൈവം സഹായിച്ചൊന്നും വരില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവം കണ്ട അവിടെ ഒരു ക്യാപ്പ് ഉണ്ട്. അത് നമ്മുടെ മീറ്ററിൻ്റെ, നമ്മുടെ സ്പീഡോ മീറ്റർ റീഡിങ് അല്ല, റേറ്റിംഗ് എന്താ പറയുക, റേറ്റിംഗ് ചെയ്യൂലേ നമ്മുടെ, എന്താ പറയുക, കിലോമീറ്റർ റീഡിങ്. ആ എന്താ പറയുക, മീറ്റർ എന്താ എൻ്റെ കോപ്പിനെ പറയണത്, മറന്നും പോയല്ല. അതൊരു ലീക്ക് ഉണ്ട്. ആ സാധനം കൂടി ഒന്ന് കാണിക്കണം. ഓയിൽ അതിനകത്തുനിന്ന് വരുന്നുണ്ട്, അതൊന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ. പിന്നെ അടുത്തത് മേജർ നമ്മുടെ ഫ്യൂവൽ ഗേജ്. ഇതൊരു സ്ഥലത്ത് സൈഡ് ഒതുക്കി കഴിഞ്ഞ് ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ ഗേജ് വന്ന് മതിലുമ കൊണ്ട് ഉരഞ്ഞ് ഈ ക്യാപ്പ് ഒന്ന് വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും പുറത്തോട്ട് പോകും. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് നമ്മുടെ കംപ്ലൈൻറ്റ്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കാനുള്ള പ്ലാനാണ്.